ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിൽ പ്രൈം മിനിസ്റ്റർ മോദിയും ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ വൈകാതെ തന്നെ ഒരു കൂടിക്കാഴ്ച, അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം പുടിൻ്റെ സന്ദർശനം കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ അടുത്ത് ഇസ്രായേലിൻ്റെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ഇനി അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനെതിരെ, അതായത് ട്രംപ് ഇന്ത്യക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകളെ ചൊല്ലി അമേരിക്കയുടെ ഉള്ളിൽ കോൺഗ്രസിൽപ്പെട്ട പല മെമ്പേഴ്സും അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് പ്രമീല ജയ്പാൽ. ഇവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് ഡാമേജ് വരുത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ എടുത്ത തീരുമാനങ്ങൾ പലതും അമേരിക്കയെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇന്ത്യക്ക് താരിഫ് ഇട്ട് കൊടുത്തതിൻ്റെ പേരിൽ ശരിക്കും അമേരിക്കയുടെ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് ഇൻഫ്ലേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവർ മാത്രമല്ല, ഇവരെ തുടർന്ന് വീണ്ടും 2-3 പേര് ഇന്ത്യക്ക് അനുകൂലമായിട്ട്, അതായത് അവരെ ഇന്ത്യക്ക് അനുകൂലം എന്ന് പറയുന്നതിനുപരിയായിട്ട് അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ വിമർശിച്ചിരിക്കുന്നത്. പക്ഷേ അത് പ്രത്യക്ഷത്തിൽ ഇന്ത്യയെ അനുകൂലിക്കുന്ന നിലപാടായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ വീണ്ടും ഒരു കോൺഗ്രസ് വിമനാണ് സിഡ്നി കമലാകർ. ഈ സിഡ്നി കമലാകർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ, ഈ സെൽഫി, അതായത് പുടിനും മോദിയും കാറിൻ്റെ ഉള്ളിൽ നിന്നും യാത്ര ചെയ്യുന്ന ആ ഒരു സെൽഫി, ആ സെൽഫിക്ക് ഒരുപാട് മെസ്സേജ് അമേരിക്കയോട് പറയാനുണ്ട്. അതാണ് ആ ഒരു ഇമേജ് പറയുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അമേരിക്കയാണ്. അമേരിക്കയുടെ ട്രംപ് ഭരണകൂടമാണ് ഇതിനെ മനസ്സിലാക്കേണ്ടതും അതിനൊത്ത് പ്രവർത്തിക്കേണ്ടതും. അത് ഒരു സിംബോളിക് റിഫ്ലക്ഷൻ ഓഫ് ഷിഫ്റ്റിംഗ് അലയൻസ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് അമേരിക്ക കൃത്യസമയത്ത് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമെന്നുള്ള സൂചനയാണ് അവർ കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുമായിട്ട് നമ്മളുടെ ആ ഒരു ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കോപ്പറേഷൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വളരെ നിർണായകമായിട്ടാണ് ഇന്ത്യക്കുള്ളിൽ അമേരിക്കൻ പ്രതിനിധികൾ വന്ന് ഇപ്പം നെഗോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ അമേരിക്കൻ ടീം ഇന്ത്യയിൽ വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നെഗോസിയേഷൻ പരാജയപ്പെട്ടാൽ പിന്നീട് ഇന്ത്യ റഷ്യ ബന്ധം അത് വല്ലാത്ത രീതിയിൽ മാറിത്തീരും. വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറുമെന്നാണ് അമേരിക്കയിൽ പല കോൺഗ്രസ് മെമ്പേഴ്സും ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ട്രംപിനെ അവർ വിശേഷിപ്പിക്കുന്നത് ദ പ്രസിഡന്റ് ഹു ലോസ്റ്റ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ബന്ധത്തിനെ നശിപ്പിച്ച ഒരു പ്രസിഡന്റ്. ചരിത്രം അങ്ങനെ തന്നെയാണ് ട്രംപിനെ വിലയിരുത്തുക എന്നാണ് അമേരിക്കയിലെ കോൺഗ്രസ് മെമ്പേഴ്സ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ മറ്റൊരു കോൺഗ്രസ്മാനാണ് ബിൽ ഹുസൈൻക. ഈ ബിൽ ഹുസൈൻക പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. അത് പലതവണ ഇന്ത്യ തെളിയിച്ചതുമാണ്. ഒരു ഗ്രോയിങ് മേജർ എക്കോണമിക് പവറാണ്. ഇതും കൂടി പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലോൺ മസ്ക് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എലോൺ മസ്കിന് ഇന്ത്യക്കുള്ളിൽ സ്റ്റാർലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് ഇവിടെ അവൈലബിൾ ആക്കണം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, എലോൺ മസ്കിന് ഇത് കമേഴ്ഷ്യൽ ലെവലിൽ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ ഇത് വിറ്റേക്കാം. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആകുന്ന രീതിയിൽ ഇന്ത്യക്കുള്ളിൽ സ്റ്റാർലിങ്ക് എത്രമാത്രം പ്രായോഗികമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബേസിക് പ്രൈസ് റേഞ്ച് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ബേസിക് പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റാർലിങ്കിൻ്റെ എൻ്റയർ സെറ്റ്, അതായത് ഒരു ആൻറ്റന ഉൾപ്പെടെയുള്ള അതിൻ്റെ സെറ്റ് ഓഫ് ബോക്സ് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ആ ഒരു സെറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ, ആ എക്യുപ്മെൻറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 35,000 രൂപ ഇന്ത്യൻ മണി മുടക്കേണ്ടി വരും. ഇത് നമ്പർ 1. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മന്ത്ലി പാക്കേജ്, ഈ സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പാക്കേജ് ഉണ്ടല്ലോ, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, അത് മിനിമം ഒരു 8,000 എങ്കിലും പേ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പം 8,000 രൂപ മാസം കൊടുത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇന്ത്യ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്തെന്നുള്ളതാണ് പലരുടെയും ചോദ്യം. കാരണം നമ്മൾ ഡേറ്റ അറിയാമല്ലോ, വളരെ ചീപ്പാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന അവൈലബിൾ ആകുന്ന ഒരു സാധനം എന്തുകൊണ്ട് ഇത്ര എക്സ്പെൻസീവായ രീതിയിൽ പർച്ചേസ് ചെയ്യണം? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇലോൺ മസ്ക് കൊണ്ടുവരുന്ന പല സാധനങ്ങൾക്കും ഇതാണ് പ്രശ്നം. ടെസ്ല കാർ ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെയാണ് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് എലോൺ മസ്ക് ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് പ്ലാന്റ് തുടങ്ങാത്തതും, എലോൺ മസ്ക് ഇന്ത്യക്കുള്ളിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാത്തതും ഇതൊരു മെയിനായിട്ടുള്ള കാരണമാണ്. കാരണം ആളുടെ കയ്യിലുള്ളതെല്ലാം തന്നെ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഇത് ഡോളർ എക്കോണമിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അല്ലാത്ത രീതിയിലുള്ള കോസ്റ്റ് ഇതിന് വരുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ അഥവാ ചൈനയിൽ തന്നെയാണ് പുള്ളി മാനുഫാക്ചറിങ് ചെയ്യുന്നതെങ്കിലും ഇത് ഇലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ ബ്രാൻഡിൽ അഥവാ ഈ ഒരു സ്റ്റാർലിങ്കിൻ്റെ ബ്രാൻഡിലൊക്കെ വരുന്നത് കൊണ്ട് ആ ബ്രാൻഡ് വാല്യൂവിനുള്ള പൈസ അധികം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഒരുപക്ഷെ പുള്ളിക്ക് ആ ഒരു പ്രൈസിൽ കൊടുത്താലേ മുതലാവുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എത്രമാത്രം സാറ്റലൈറ്റുകളാണ് അയച്ചിരിക്കുന്നത്. സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട്
ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂവും ഒരുപാട് ആൾക്കാരുടെ മണി അതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡിവിഡൻഡ് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമാനം കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റൂ. ഇത് ഇലോൺ മസ്ക് നേരിടുന്ന പ്രശ്നമാണ്. ഇതിന് സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അഫോർഡബിൾ റേഞ്ചിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം ഇന്ത്യക്കുള്ളിൽ വന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. സ്റ്റാർലിങ്ക് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിക്കാൻ ഓൾമോസ്റ്റ് എല്ലാ പെർമിഷൻസും ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, അത് അഫോർഡബിൾ അല്ല, അതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇറ്റലിയിൽ നിന്നും ഇറ്റലിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോദിയും ഇറ്റലിയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആന്റണിയോ ടച്ചാനിയും കൂടി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഇറ്റലി ജോയിന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ഷൻ പ്ലാനിൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ബംഗ്ലാദേശ് യൂറോ ഫൈറ്റർ ടൈഫൂൺ ഫൈറ്റർ ജെറ്റ്, ഇറ്റലിയുടെ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് എതിരായിട്ട് അവിടെ ഡിഫൻസ് മേഖലയിൽ ഇറ്റലി ബംഗ്ലാദേശിന് ഒരു ഫൈറ്റർ ജെറ്റ് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുകയൊക്കെ ചെയ്യും. കാരണം ഇറ്റലിയിലുള്ളത് ജോർജിയ മെലോണിയാണ്, അവരത് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതായത് അതിന് താല്പര്യം വേണം, കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റും കാര്യങ്ങളും. 3 to 4 ബില്യൺ വർത്ത് വരുന്ന ഡീലാണ് സംസാരിച്ചിരിക്കുന്നത്. 30 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനാണ് പ്രാഥമികമായിട്ട് തീരുമാനം, ടൈഫൂൺ ഫൈറ്റർ ജെറ്റ്. എനിവേ അത് എത്രമാത്രം അതിൻ്റെ ഡീൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. അത് ഇന്ത്യ തീർച്ചയായിട്ടും ഇറ്റലിയുടെ മേളിൽ ഒരു പ്രഷർ ഇടാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബംഗ്ലാദേശിന് ഫൈറ്റർ ജെറ്റിൻ്റെ ആവശ്യം എന്താണ്? അത് ബംഗ്ലാദേശ് എയിം ചെയ്യുന്നത് നമ്മളുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ഇന്ത്യയിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് അവരുടെ സ്ട്രാറ്റജി. അതുകൊണ്ടാണ് അവർ എപ്പോഴെപ്പോഴും ഈ ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നത്. അല്ലാതെ അതിലുപരിയായിട്ട് ബംഗ്ലാദേശിന് ഇന്ത്യയെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ഒരു പോയിന്റും ഒരു ലെവറേജസും ബംഗ്ലാദേശിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് ഒരു ലെവറേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ചിക്കൻ നെക്കിനെ കുറിച്ചുള്ള പ്രഷറും ഡയലോഗും. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ കുറിച്ച് എപ്പോഴും ഇന്ത്യയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. എനിവേ അപ്പോൾ ഇതും ഇപ്പോൾ ഇന്ന് ലൈം ലൈറ്റിൽ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ബംഗ്ലാദേശ് ഇറ്റലി ഫൈറ്റർ ജെറ്റ് ഡീൽ, അതുപോലെ തന്നെ ഇന്ത്യ UAE ഫ്രാൻസ് 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു എയർ ഡ്രിൽ നടത്തുന്നുണ്ട്. അതായത് ഒരു എയർഫോഴ്സ് മോബ് ഡ്രിൽ. ഇത് മോബ് ഡ്രിൽ എന്ന് പറഞ്ഞാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് UAE ഫ്രാൻസും ഇന്ത്യയും കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു മോബ് ഡ്രില്ലിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സൗദി അറേബ്യ UAE യമനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാഷിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തിനെ കൂട്ടുപിടിച്ച് സൗദി അറേബ്യ UAEക്കെതിരെ അണിനിരത്തുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും UAEയോടൊപ്പം ശക്തമായി നിലയുറപ്പിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. 100% ഇന്ത്യ UAEയോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ്. ബംഗ്ലാദേശ് ചൈനയുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്തിനാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഡ്രോൺ മാനുഫാക്ചറിങ് കമ്പനി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ബംഗ്ലാദേശിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ആ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരികയാണ്. ബംഗ്ലാദേശുമായിട്ട് ഡിഫൻസ് ഡീലല്ല, ജസ്റ്റ് ഒരു കമേഴ്ഷ്യൽ പർപ്പസ്. കുറച്ച് ബംഗ്ലാദേശികൾക്ക് ജോലിയും കിട്ടും. അതേപോലെ ചൈനയുടെ ഈ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലേക്ക് അവരുടെ ഒരു പ്രസൻസ് എക്സ്പാൻഷൻ നടത്താം. ഇത് ഭാവിയിൽ ബംഗ്ലാദേശ് ചൈന അവർ തമ്മിലൊരു ഡിഫൻസ് കോപ്പറേഷൻ വളരെയധികം സഹായകരമാകും. അതുപോലെ തന്നെ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാനും ഇതൊരു മാർഗം കൂടിയാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ചൈന ബംഗ്ലാദേശ് കൂട്ടായി ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങുകയാണ്. ഇന്ത്യ എയറോസ്പേസിൽ കൂടുതൽ ടെക്നോളജികൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടർബോ ഫാൻ നിർമ്മിക്കാനുള്ള ഫ്രാൻസുമായിട്ട് ചേർന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ടർബോ ഫാൻ ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കും. ഹൈ ബൈപ്പാസ് ടർബോ ഫാൻ എഞ്ചിനാണ് നിർമ്മിക്കുന്നത്. V2500 എന്ന് പറഞ്ഞ ആ ഒരു ക്ലാസ്സിൽ വരുന്ന ടർബോ ഫാനാണ്. ഈ V2500 എന്ന് പറഞ്ഞത് അതിൻ്റെ പവറാണ്, ആ ഒരു എഞ്ചിൻ പവറാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പാസഞ്ചർ എയർക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ടർബോ ഫാനാണ്. അതായത് ഇന്ത്യ ഒരു ഫണ്ടിങ്, ശരിക്കും പറഞ്ഞാൽ IIT ബോംബെയിലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡീപ്പ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള R&D വർക്ക് നടത്താൻ വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 250 crore ഇനിഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. ഇതൊരു ഇനിഷ്യൽ ഫണ്ട് മാത്രമാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു നീക്കം, അതായത് സാർക്ക് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, ഈ സാർക്ക് സംഘടന വലിയ രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല. ബംഗ്ലാദേശാണ് ഈ ഒരു സാർക്ക് റെജ്യൂനേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ യൂനസ് ഭയങ്കരമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും
അതിനെക്കുറിച്ച് പാകിസ്ഥാനുമായിട്ട് ഡിസ്കഷൻ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നീക്കങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ സാർക്ക്, ഇന്ത്യ ഇല്ലാത്തൊരു സാർക്ക് കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ വാർത്തയൊക്കെ പബ്ലിഷ് ചെയ്ത് മുന്നോട്ട് വന്നതാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ ഇപ്പം ഈ സാർക്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക ഈ 3 രാജ്യങ്ങളും ഞങ്ങൾ സാർക്കിലേക്ക് വരുന്നില്ല, അതായത് ഇന്ത്യ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സാർക്കിലേക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ ഇങ്ങനെ തന്നെ പഠിച്ച് അവർ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മളുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്രി, അമേരിക്കയിൽ നിന്ന് വന്ന US ഡിപ്ലോമാറ്റ് ഉണ്ടല്ലോ, ആലിസൺ ഹൂക്കറുമായിട്ട് വിശദമായ രീതിയിലുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഡിഫൻസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ചർച്ച നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രൂണയിലുള്ള ഒരു ടീം ഇന്ത്യയിലുണ്ട്. നമ്മൾ ബ്രൂണയുമായിട്ട് ഡിഫൻസ് കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടത്തുന്നത്. അതായത് ഇന്ത്യ ബ്രൂണയ്ക്ക് ഡിഫൻസ് സപ്പോർട്ട് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഫിലിപ്പൈൻസ് ഉൾപ്പെടെയുള്ള, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഏഷ്യൻ സൈഡിൽ ചൈനയ്ക്ക് ബദലായിട്ട് ഒരു രാജ്യത്തെ ഇന്ന് കാണാൻ കഴിയുമെങ്കിൽ ഏഷ്യൻ സൈഡിൽ അത് ഇന്ത്യ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യൻ സൈഡിലുള്ള മറ്റുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ആശ്രയിക്കുന്നതും അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ ഒരു ബാലൻസിങ് പവറായിട്ട് ചൈനയുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്ന പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും ബ്രൂണയിൽ നിന്നും ഒരു സംഘം ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ഡിഫൻസ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കുറെ നിർണായകമായിട്ടുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.